ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ഇറാനിലെ ജനങ്ങളോട് പരസ്യമായി ആവശ്യപ്പെട്ട് അമേരിക്ക. ഇറാന്റെ സമ്പത്തിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറാണ് ഈ സേനയ്ക്ക് ചെലവഴിക്കുന്നതെന്നും ഇറാനികളെ അടിച്ചമർത്താനാണ് ഇവരെ ഉപയോഗിക്കുന്നതെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നതിനായാണ് ഇറാനിലെ ജനങ്ങളോട് വിവരങ്ങൾ ആവശ്യപ്പെടുന്നതെന്നും വിവരങ്ങൾ നൽകുന്ന ഇറാനികൾക്ക് പ്രതിഫലം നൽകുമെന്നുമാണ് അമേരിക്കയുടെ ആഹ്വാനം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കഴിഞ്ഞ വർഷം ഡിസംബർ 28-നാണ് ഇറാനിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ പുരോഹിത ഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട വ്യാപകമായ പ്രകടനങ്ങളായി അത് വളർന്നു. ഇറാൻ പ്രതിഷേധക്കാരെ വധിച്ചാൽ വളരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നതുൾപ്പെടെയുള്ള ഭീഷണികൾ ട്രംപ് ആവർത്തിച്ച് ഇറാന് നൽകിയിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അടിച്ചമർത്തലുകൾ കുറഞ്ഞെന്നും പ്രതിഷേധക്കാരെ കൂട്ടമായി തൂക്കിലേറ്റുന്നത് ഇറാൻ ഒഴിവാക്കിയെന്നും പറഞ്ഞ് ഇറാൻ നേതാക്കൾക്ക് ട്രംപ് നന്ദി പറഞ്ഞിരുന്നു. എന്നാൽ ആളുകളെ തൂക്കിലേറ്റാൻ പദ്ധതിയില്ലെന്നായിരുന്നു ഇറാന്റെ മറുപടി. ഇറാനിലെ ആയത്തുള്ള അലി ഖമേനിയുടെ പതിറ്റാണ്ടുകൾ നീണ്ട ഭരണം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ശനിയാഴ്ച പരസ്യമായി ആഹ്വാനം ചെയ്തിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ട്രംപ് രാജ്യത്തിനുള്ളിൽ മാരകമായ അസ്വസ്ഥതകൾക്ക് ഇന്ധനം നൽകുന്നുവെന്ന് ആരോപിച്ചതിനെ തുടർന്ന് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോര് രൂക്ഷമായിരുന്നു. ഇറാനിൽ പുതിയ നേതൃത്വത്തെ അന്വേഷിക്കേണ്ട സമയമാണിതെന്ന് ട്രംപ് പൊളിറ്റിക്കോട് പറഞ്ഞു. 3 ആഴ്ചയ്ക്കിടെ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. രക്തച്ചൊരിച്ചിലിനും അസ്ഥിരതയ്ക്കും ട്രംപാണ് ഉത്തരവാദിയെന്ന് ഖമേനിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആരോപിച്ചു. നശീകരണ പ്രവർത്തനങ്ങൾ, തീവയ്പ്, ആളുകളെ കൊലപ്പെടുത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തിയ ഗ്രൂപ്പുകളെ ഇറാൻ ജനതയെന്നാണ് US പ്രസിഡന്റ് പരിചയപ്പെടുത്തിയത്. ഇറാനിലെ ജനങ്ങളെ അദ്ദേഹം അങ്ങേയറ്റം അധിക്ഷേപിച്ചു. ഇതിൽ US പ്രസിഡന്റ് കുറ്റക്കാരനാണെന്ന് ഞങ്ങൾ കാണുന്നുവെന്നും ഖമേനി ആരോപിച്ചു. ട്രംപ് അക്രമാസക്തരായ ഗ്രൂപ്പുകളെ ഇറാനിയൻ ജനതയുടെ പ്രതിനിധികളായി തെറ്റായി ചിത്രീകരിച്ചുവെന്ന മറ്റൊരു പോസ്റ്റിൽ അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറാനിലെ കലാപം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആസൂത്രണം ചെയ്തതാണെന്നും ഇരു രാജ്യങ്ങളുമായി ബന്ധമുള്ള സംഘങ്ങളാണ് വ്യാപകമായ നാശനഷ്ടങ്ങളും ജീവഹാനിയും വരുത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം രാജ്യവ്യാപകമായി നടന്ന ക്രൂരമായ അടിച്ചമർത്തലിനിടെ കസ്റ്റഡിയിലെടുത്ത 100 കണക്കിന് പ്രതിഷേധക്കാരുടെ വധശിക്ഷ ടെഹ്റാൻ പിൻവലിച്ചതായി പറഞ്ഞതിനു ശേഷം വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ അസാധാരണമായ ഒരു അനുരഞ്ജനക്കുറിപ്പിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച ഇറാൻ നേതൃത്വത്തിന് നന്ദി പറഞ്ഞു. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലെ ഒരു പോസ്റ്റിൽ ഒരു ദിവസം മുമ്പ് നടക്കാനിരുന്ന 800-ലധികം വധശിക്ഷകൾ ഇറാനിയൻ അധികൃതർ റദ്ദാക്കിയതായി ട്രംപ് പറഞ്ഞു. ഇന്നലെ നടക്കേണ്ടിയിരുന്ന എല്ലാ വധശിക്ഷകളും അതിൽ 800-ലധികം എണ്ണം ഇറാൻ നേതൃത്വം റദ്ദാക്കിയെന്ന വസ്തുതയെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. നന്ദി, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതി. ഇറാനിലെ കൊലപാതകങ്ങൾ കുറഞ്ഞു വരികയാണെന്ന് ട്രംപ് പറഞ്ഞതിനെ തുടർന്ന് ഈ ആഴ്ച ആദ്യം US നേരിട്ടുള്ള സൈനിക നടപടിക്കുള്ള സാധ്യത കുറഞ്ഞതായി തോന്നി. എന്നിരുന്നാലും US സൈനിക ആസ്തികൾ ഇപ്പോഴും മേഖലയിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത് ദുർബലവും അസ്ഥിരവുമായ സാഹചര്യത്തിന് അടിവരയിടുന്നു. മറവിൽ വിശാലമായ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഗൾഫിലെ വാഷിംഗ്ടണിന്റെ സഖ്യകക്ഷികൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കി. ഇറാനെതിരായ ആക്രമണം മേഖലയിലുടനീളം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും അത് ഒടുവിൽ അമേരിക്കയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നും സൗദി അറേബ്യയും ഖത്തറും US ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയതായി ഒരു ഗൾഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇസ്രയേലും ആശങ്ക വർദ്ധിപ്പിച്ചതായി സൂചന നൽകി. ഇറാനെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾക്കായി ഇസ്രയേൽ ഇന്റലിജൻസ് മേധാവി ഡേവിഡ് ബാർണി വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ ഉണ്ടായിരുന്നുവെന്ന് ഈ വിഷയവുമായി പരിചയമുള്ള ഒരു സ്രോതസ് പറഞ്ഞു. അതേസമയം രാജ്യത്തിന്റെ സൈന്യം പരമാവധി തയ്യാറെടുപ്പിലാണെന്ന് ഒരു ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥനും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.